ISRO മുൻ മേധാവി ഡോക്ടർ കെ കസ്തൂരിരംഗൻ അന്തരിച്ചു. ബഹിരാകാശ ഗവേഷണ രംഗത്ത് അതുല്യ സംഭാവനകൾ നൽകിയ വ്യക്തിത്വമാണ് വിടവാങ്ങിയത്. പശ്ചിമഘട്ട സംരക്ഷണത്തിനായുള്ള റിപ്പോർട്ട് പുനഃപരിശോധനാ സമിതി ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ISROയെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് വഴി നടത്തിയവരിൽ പ്രമുഖൻ. ഭൗമ ഉപഗ്രഹങ്ങളായ ഭാസ്കര, ആര്യഭട്ട എന്നിവയുടെ പ്രൊജക്ട് ഡയറക്ടർ, ചന്ദ്രയാൻ പദ്ധതിയുടെ പ്രാരംഭ ചർച്ചകൾക്ക് തുടക്കമിട്ട ISRO മേധാവി. വിശേഷണങ്ങൾ ഏറെയാണ് ഡോക്ടർ കെ കസ്തൂരിരംഗന്. 1994 മാർച്ച് 31 ISRO ചെയർമാനായി സ്ഥാനമേറ്റ അദ്ദേഹം മെയ്യിൽ തന്നെ IRS ഉപഗ്രഹ വിക്ഷേപണത്തിന് നേതൃത്വം നൽകി. ഇൻസാറ്റ് ഉപഗ്രഹങ്ങളുടെ വികസനത്തിലും നിർണായക പങ്കുവഹിച്ചു. കസ്തൂരിരംഗൻ ചെയർമാനായിരുന്ന 9 വർഷക്കാലം ബഹിരാകാശത്ത് വെന്നിക്കൊടി പാറിക്കുകയായിരുന്നു ISRO. രാജ്യം കണ്ട മികച്ച ശാസ്ത്രജ്ഞരിൽ ഒരാളായ കസ്തൂരിരംഗന് പത്മവിഭൂഷൺ വരെ നൽകി ആദരിച്ചിട്ടുണ്ട്. 2003 മുതൽ 2009 വരെ രാജ്യസഭാംഗമായിരുന്നു. ആസൂത്രണ കമ്മീഷൻ അംഗമായും JNU ഉൾപ്പെടെയുള്ള സർവകലാശാലകളുടെ സാരഥിയായും ഡോക്ടർ കസ്തൂരിരംഗൻ തിളങ്ങി. വിശേഷണങ്ങൾ ഏറെയുണ്ടെങ്കിലും ഡോക്ടർ കെ കസ്തൂരിരംഗനെ മലയാളി കൂടുതൽ ഓർക്കുന്നത് പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധന റിപ്പോർട്ടിന്റെ പേരിലാണ്. പശ്ചിമഘട്ട സംരക്ഷണത്തിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ അന്നത്തെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചത് കസ്തൂരിരംഗനെയായിരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിൽ കർക്കശ നിലപാടുള്ള മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടിന് പകരം വയ്ക്കാനായിരുന്നു കസ്തൂരിരംഗന്റെ നിയോഗം. പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കണമെന്ന കാര്യത്തിൽ കർക്കശ നിലപാടുണ്ടായിരുന്നെങ്കിൽ പോലും മലയോര ജനതയെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് എഴുതിയത്. എന്നിട്ട് പോലും റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കേരളത്തിന്റെ മലയോര മേഖലയിൽ വലിയ പ്രതിഷേധമുണ്ടായി. എന്നാൽ പിന്നീടുണ്ടായ പുത്തുമല, കവളപ്പാറ, വയനാട് പ്രകൃതി ദുരന്തങ്ങൾ കസ്തൂരിരംഗനും ഗാഡ്ഗിലും ശരിയാണെന്ന് നമ്മോട് പലവട്ടം വിളിച്ചു പറഞ്ഞു. ശൂന്യാകാശത്തോളം വലിയ സ്വപ്നങ്ങൾ കാണണമെന്ന് പറയുന്നതിനൊപ്പം പരിസ്ഥിതിയെ കൂടി ചേർത്തുപിടിക്കണമെന്ന് ഊന്നിപ്പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് വിട പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.